ഹലോ എവരിബഡി, ഞാൻ രേഖ. രാജം പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീട് വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ അങ്ങാടിക്കൽ എന്ന സ്ഥലത്താണ്. എനിക്ക് നഴ്സറി അല്ല, ചെറിയൊരു ഹോം ഗാർഡൻ ആണുള്ളത്. പലരും ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് സ്ഥലവും ഇതും പറഞ്ഞത്. ഈ വീഡിയോയിൽ ആദ്യം കാണിക്കുന്ന ഈ പ്ലാന്റുകൾ, കുറേ പ്ലാന്റുകളുണ്ട്. കലാത്തിയ, ഫിലോഡെൻഡ്രോൺ, ഇവയെല്ലാം തന്നെ 150 റുപ്പീസാണ് പ്രൈസ് വരിക. ഇതിലേത് പ്ലാന്റ് എടുത്താലും 150 റുപ്പീസാണ്. കലാത്തിയ റെഡ് വൈൻ ഉണ്ട്, ധോത്തിയുണ്ട്, പിന്നെ ഈ മെഡലിയൻ്റെ ആണെന്ന് തോന്നുന്നു ഒരെണ്ണം, ഗ്രീൻ കൂടുതലുള്ള ഒരെണ്ണം. ഈ ഒരു പോട്ടിൽ 2-3 ഷൂട്ടുകളുണ്ട്. ഒരു ഹെൽത്തി ആയ ഒരു ഷൂട്ടാണ് 150 റുപ്പീസ് വരിക. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. DTDCയും സ്പീഡ് പോസ്റ്റും ത്രൂ ആണ് പ്ലാൻസ് എല്ലാം അയക്കുന്നത്. GPay ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത്. ഈ കാണുന്ന അലോക്കേഷ്യ ബാമ്പിനോ, അതിനും അതേ പ്രൈസ് തന്നെയാണ്. പെട്ടെന്ന് വലിയൊരു പോട്ടിലോട്ടാക്കാൻ പറ്റിയ സൈസിലാണ്. ഈ കാണിക്കുന്ന അഡീനിയം, ഗ്രാഫ്റ്റഡ് അഡീനിയമാണ്. നല്ല മൾട്ടിപ്പെറ്റലാണെന്ന് തോന്നുന്നു, പൂവായിട്ടില്ല. അതും 150 റുപ്പീസ് തന്നെയാണ്. ഈ സനഡുവിൻ്റെ, ഗ്രീൻ സനഡുവിൻ്റെ ഈ കാണുന്ന പ്ലാന്റും 150 റുപ്പീസാണ് ബുഷി വരുന്നതിന്. സിംഗിളായിട്ട് വേണമെങ്കിൽ കുറച്ച് പ്രൈസ് കുറയും. ഇത് ഗോൾഡൻ സനഡുവിൻ്റെ ഈ പ്ലാന്റും അതേ പ്രൈസ് തന്നെയാണ്. പ്രൈസ് മാറ്റമുള്ള പ്ലാന്റ്സുകളുണ്ട്. അഗ്ലോണിമയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവയാകുമ്പോൾ ഞാൻ അതിൻ്റെ പ്രൈസ് പറയുന്നതാണ്. ഈ കാണുന്ന പോട്ടിന് 150 റുപ്പീസ്, ഈ കാണുന്ന പോട്ടിനും 150 റുപ്പീസ്. കലാത്തിയയ്ക്ക് സിംഗിൾ പ്ലാന്റ് ആണല്ലോ. അടുത്തത് ഈ മൂൺലൈറ്റ്, മൂൺഷൈൻ എന്നൊക്കെ പറയുന്ന ഇത്രയും വലിയ ഫിലോഡെൻഡ്രോണിൻ്റെ പ്രൈസും 150 തന്നെയാണ്. വലിയതായതാണ് അത്. നോട് നമുക്ക് കട്ട് ചെയ്ത് 2-3 പ്ലാന്റ് ആക്കാൻ പറ്റിയതാണത്. അടുത്തത് ഈ കാണുന്ന ഓറഞ്ച് ഫിലോഡെൻഡ്രോൺ, ഓറഞ്ച് പ്രിൻസസ് എന്ന ഐഡിയയിൽ വന്നതാണ്. അതും ഇത് മലനോനി ആണോ എന്നൊരു സംശയമുണ്ട്. ഈ പ്ലാന്റും ഇതുമെല്ലാം തന്നെ 150 ആണ്. പിന്നെ ഇതിൻ്റെ ഐഡിയ അറിഞ്ഞുകൂടാ, ഇത് കോങ്കോയാണോ അങ്ങനെ എന്തോ ഐഡിയ ആണ്. ഈ പ്ലാന്റും 150 റുപ്പീസ് തന്നെയാണ്. വലിയ പ്ലാന്റുകളാണ് ഇപ്രാവശ്യം. ഇതിനു മുമ്പ് 50 റുപ്പീസിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരിലയൊക്കെയുള്ള സൈസിലെ പ്ലാന്റുകൾ. പക്ഷേ ഈ പ്ലാന്റുകളെല്ലാം 150 റുപ്പീസിൻ്റെയാണ്. കൊറിയർ ചാർജ് എല്ലാത്തിനും എക്സ്ട്രാ വരും. കൂടുതലും ഫിലോഡെൻഡ്രോൺ ആണ് ഇതിൽ കാണുന്നത്. ചോക്കോ ഇംപ്രസിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റ്, മിഡിലിൽ വരുന്ന ഇലയ്ക്കൊക്കെ നല്ല കളറായത്. ഇല മടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ, കീറിപ്പോയതൊന്നുമല്ല. വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഇങ്ങനെ മടങ്ങിപ്പോയതാണ്. അടുത്തത് ഈ കാണുന്ന പ്ലാന്റും ഫിലോഡെൻഡ്രോൺ ആണ്. അതും 150 തന്നെയാണ്. അറ്റം ബാമ്പോൺസെ എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഐഡി വരിക. ഈ പ്ലാന്റും 150 തന്നെയാണ്. ജംഗിൾ ഫീവറിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് ജംഗിൾ ഫീവർ. അതും എല്ലാം ഒരേ പ്രൈസാണ് ഈ കാണിക്കുന്നവയെല്ലാം പ്ലാന്റുകൾക്കും. അടുത്തത് മെർമലൈഡ് അല്ല ഈ പ്ലാന്റ്, പാരിസ് വെർദോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഐഡി വരുന്നത്. അതും 150 തന്നെയാണ്. ഇത് മെർമലൈഡ് എന്ന ഐഡിയിൽ വന്നതാണ്. നല്ലൊരു കളറാണ് പുതിയ ഇലയ്ക്ക്. പക്ഷെ അത് പുഴു തിന്നു പോയത് കൊണ്ടാണ് പകുതി ഇല മാത്രം ഇരിക്കുന്നത്. ഈ ഫിലോഡെൻഡ്രോണും 150 തന്നെയാണ്. അടുത്തത് വൈറ്റ് പ്രിൻസസ് ആണ് അടുത്തിരിക്കുന്ന ചെറിയ പ്ലാന്റ്. വൈറ്റ് പ്രിൻസസിൻ്റെ കൂടെ ഒരു ചെറിയ ഷൂട്ടുകൾ, ചിലതിന് ഒരേ ഈക്വൽ സൈസുള്ള ഷൂട്ടായിരിക്കും എക്സ്ട്രാ ഉള്ളത്, ചിലതിന് ചെറിയ 2 ഷൂട്ടായിരിക്കും. അതിനും 150 റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരിക. ഈ കണ്ട എല്ലാ പ്ലാൻസിനും ഒരേ പ്രൈസാണ് 150. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇത് ഒരുപാട് സെറ്റില്ല, അധികം സെറ്റൊന്നുമില്ല. ചെറിയ പ്ലാന്റുകളായിട്ട് നേരത്തെ ഉള്ളതൊക്കെ വിറ്റിരുന്നല്ലോ. ഇതിപ്പം അതിൻ്റെ വലിയ സൈസിൽ വരുന്നവയാണ്. നമ്മൾക്ക് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റിയ സൈസായ പ്ലാന്റുകളാണ്. തുടക്കക്കാർക്കെല്ലാം തന്നെ നട്ടു വളർത്താൻ പറ്റിയ പ്ലാന്റുകളാണല്ലോ ഈ ഫിലോഡെൻഡ്രോൺ. നോട് ഒക്കെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കാനും ഈസിയാണ്. ഈ കാണുന്ന മണി പ്ലാന്റുകൾ 30 രൂപയാണ് ഇതിന് പ്രൈസ് വരിക. സാറ്റിൻ പോത്തോസിനും മാർബിളിനും മഞ്ജുളയ്ക്കും സ്ലീപ്പിംഗ് പോത്തോസിനും
മോൺസ്ട്ര പെറുവിനും 30 രൂപയാണ്. ബാക്കി ഉള്ള മണി പ്ലാന്റുകളെല്ലാം 10 രൂപയാണ് കട്ടിംഗ് ആണ്. ഇതൊക്കെ റൂട്ടഡ് ആണ്. ഇത് റോസ്മേരി ഞാൻ 5ാമത് വാങ്ങിയ പ്ലാന്റാണ്. ഈ 5 പ്രാവശ്യം ഇതുപോലെ അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോവുക. ഇത് നട്ടു വളർത്തുന്നവരുണ്ടെങ്കിൽ ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്നൊന്ന് പറഞ്ഞു തരുമോ? അതോ ഞങ്ങളുടെ ഇവിടുത്തെയൊക്കെ കാലാവസ്ഥയ്ക്ക് അത് അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ്? അടുത്തത് കുറച്ച് അഗ്ലോണിമകളുടെ കോംബോയാണ്. സെൻസ്റ്റാറിൻ്റെയും വിദൂരിയയുടെയും ഈ കോംബോയ്ക്ക് പ്രൈസ് വരുന്നത് 400 രൂപയാണ്. ഇതാണ് പ്ലാന്റ്. സ്ക്വയർ പോട്ട് സൈസ് വരുന്ന പ്ലാന്റുകളാണ്. എല്ലാത്തിനും ഓൾമോസ്റ്റ് ഇതേ സൈസാണ്. ചിലത് ഇതിൽ കുറച്ച് വലിയ പ്ലാന്റുകളുമുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെയും 10 ക്യാരറ്റിൻ്റെയും ഈ സൈസ് വരുന്ന പ്ലാന്റാണ്. 450 രൂപയാണ് ഈ 2 പ്ലാന്റിന് പ്രൈസ് വരിക. റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ പ്ലാന്റാണ്. അത് നമ്മൾ ഈ 10 ക്യാരറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ പ്ലാന്റാണ്. 10 ക്യാരറ്റ് രണ്ടും പക്ഷേ സ്ക്വയർ പോട്ടിലാണ് ഇരിക്കുന്നത്. സ്ക്വയർ പോട്ടിലെ പ്ലാന്റുകൾ ഞാൻ എങ്ങനെയാണ് നടുന്നത്? എല്ലാ പ്ലാന്റുകളും നമുക്കങ്ങനെ നടാൻ പറ്റത്തില്ലല്ലോ. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ എൻഡ് വരെ കൂടെ കാണണം. അടുത്തത് ഈ 2 പ്ലാന്റുകളാണ്. ഫ്യൂഗി റെഡിൻ്റെയും ജയ്പോങ് റെഡിൻ്റെയും. തായ് റെഡ് പോലെയൊക്കെ ഗ്രീൻ കളർ പൂർണ്ണമായിട്ടും മാറി നല്ല റെഡ് കളർ വന്ന ജയ്പോങ് റെഡാണ്. ഇതിനും 450 രൂപ തന്നെയാണ് പ്രൈസ്. ഫ്യൂഗി റെഡിനാവുമ്പോൾ കുറച്ചൊരു ഡാർക്ക് മെറൂൺ കലർന്ന പോലുള്ള ഒരു റെഡ് കളറാണ്. ഈ പ്ലാന്റൊക്കെ ആവശ്യത്തിന് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് ഈ കാണുന്ന സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റാണ്. സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റും അടുത്ത കാണുന്ന പ്ലാന്റ് മിൽക്കി വേ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ താഴെയുള്ള ഇലകളൊക്കെ ട്രൈ കളർ പോലെ, ഒരിലയുടെ പകുതി ഭാഗവും താഴെയുള്ള പഴയ ഇലകളും ട്രൈ കളറിൻ്റെ ഇല പോലെ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഐഡിയ എന്തുവാ, ട്രൈ കളറാണോ അതോ മിൽക്കി വേ ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. 350 ആണ് ഈ 2 പ്ലാന്റിനും കൂടെ പ്രൈസ് വരിക. എന്താണ് ഐഡിയ എന്ന് പറയാൻ പറ്റത്തില്ല. അടിയിലത്തെ എന്ന് വെച്ചാൽ പഴയ ഇലകളൊക്കെ ട്രൈ കളർ പോലും, പുതിയതായിട്ട് വന്നവയെല്ലാം മിൽക്കി വേ പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ കോംബോയിൽ വരുന്ന മറ്റേത് സൂപ്പർ വെയ്റ്റിൻ്റെ പ്ലാന്റാണ്. ഈ പ്ലാന്റിന് ബോൺസെല്ലിൻ്റെ സിംഗിൾ പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ്. ഇത് കണ്ട ഒരെണ്ണം നട്ടാൽ മതി. ചകിരിച്ചോറിലാണ് നട്ടിരിക്കുന്നത്. മണ്ണില്ലാത്ത പൊട്ടി മിക്സാണ്. ഇതിനകത്ത് പെട്ടെന്നാണ് പുതിയ തൈകളൊക്കെ പൊട്ടുക. ചകിരിച്ചോറും കൊക്കോ ചിപ്സും ഉണ്ട്. രണ്ടും കൂടി ഇട്ട് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷൂട്ട് പൊട്ടി. ഇപ്പോൾ തന്നെ എത്ര പ്ലാന്റ് ഉണ്ടെന്ന് നോക്കിക്കാട്ടെ. നമ്മൾ ഈ സ്ക്വയർ പോട്ടിൽ അയച്ചു തരുന്ന പ്ലാന്റൊക്കെ അത് പെട്ടെന്ന് തന്നെ സ്ക്വയർ പോട്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റി നമ്മൾ സെപ്പറേറ്റ് നടുന്നതിനേക്കാളും കുറച്ച് ദിവസം ഇങ്ങനെ ചകിരിച്ചോറും കമ്പോസ്റ്റും കൊക്കോ ചിപ്സും കൂടെ ഒക്കെ അടങ്ങിയ ഒരു മിശ്രിതത്തിനകത്ത് ഈ പോട്ടോട് തന്നെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റൊക്കെ പെട്ടെന്ന് വലുതായി വരും. അത് ഞാൻ എനിക്ക് വിജയിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ ഞാനൊരു 10 ക്യാരറ്റ് പ്ലാന്റ് വെച്ചിരുന്നതാണ്. വേറൊരു പോട്ടിലും നട്ടു. ഇങ്ങനെ ഈ മിശ്രിതത്തിൽ സ്ക്വയർ പോട്ടോടെ ഇറക്കി വെച്ചതാണ് ഈ കാണുന്ന 10 ക്യാരറ്റ്. എത്ര വലുതായി നോക്കി. ഇത് 2 പ്ലാന്റും ഒരേ സമയം വാങ്ങിയതാണ്. പക്ഷേ ഒരുപാട് പോട്ടുകൾ ഉണ്ടാകത്തില്ലല്ലോ ബൾക്കായിട്ട് ഈ സെയിലിനൊക്കെ പ്ലാന്റ് വാങ്ങുമ്പോൾ. ഉള്ളതിനെയൊക്കെ ഞാനിങ്ങനെ അവൈലബിളായ പോട്ടിൽ ഇങ്ങനെ വെക്കാറുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇപ്പോൾ കൂടുതലാണെങ്കിലും അടിയിലത്തെ പോട്ടിലോട്ട് പോയിക്കോളും. പിന്നെ വളം എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഫാക്ടംഫോസിൻ്റെ 2 തരിയോ DAPയുടെ 2 തരിയോ ഒക്കെ ഈ അടിയിലത്തെ പോട്ടിലിട്ടാലും പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ വലുതാകും. നിങ്ങൾക്കും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വേറൊരു പോട്ടിലേക്ക്, അതൊരു പൊട്ടിയ പോട്ടായാലും കുഴപ്പമില്ല, ഇങ്ങനൊരു മിശ്രിതത്തിലൊക്കെ സ്ക്വയർ പോട്ട് ഇറക്കി വെച്ചാൽ മതി. അത് കാണാൻ വേണ്ടിയാണ് ഈ പ്ലാന്റ്സ് കാണിക്കുന്നത്. കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അത്ര ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റാത്തത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ.